കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകിയിരിക്കുന്നല്ലോ. നമുക്കിന്നും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് സകല പ്രശ്നങ്ങളിൽ നിന്നും സകല വിഷയത്തിൽ നിന്നും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും എൻ്റെ കൂടെ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും, യൂട്യൂബിലായിക്കോട്ടെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്നുള്ളത് നമ്മൾ കേട്ടുവരികയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു എങ്ങനെയൊക്കെയാണ് അത് നമ്മൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നലെ നമ്മൾ കേട്ടു വിശ്വാസത്തെപ്പറ്റി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രത്യാശയെപ്പറ്റിയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. യേശു കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും കൽവരി ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. പാമ്പ് എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. എനിക്കറിയാം നിങ്ങളെല്ലാവരും കർത്താവിലും ദൈവത്തിൻ്റെ വചനത്തിലും ശക്തിപ്പെടുന്നവരാണ്. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിലൂടെ തന്നെ കേട്ട് ദൈവവചനത്തിൽ നമുക്ക് ബലപ്പെടാം. ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് വായിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുകയാണ്, ഒരു വൃക്ഷത്തെ പ്രത്യാശയുമായി താരതമ്യപ്പെടുത്തി പറയുകയാണ്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും, അത് ഇളം കൊമ്പ് വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അത് കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കുളിർക്കും, അത് തൈ പോലെ തളിർക്കുവിടും എന്ന് വചനം പറയുന്നു. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിച്ചോണം. ഒരു വൃക്ഷത്തെ പറ്റി പ്രത്യാശയെപ്പറ്റി നമുക്കറിയാം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്നാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു നമ്മെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അതിനേക്കാൾ വലിയൊരു പ്രത്യാശയില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. യേശു ക്രിസ്തു നമ്മെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരും. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയും വിശ്വാസവും ആവശ്യമാണ്. ഒരു വ്യക്തി വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തി പ്രത്യാശയിലും മുന്നോട്ട് പോകണം. അപ്പം എന്താണ് പ്രത്യാശ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിൽ നിറവേറും എന്നുള്ള ദൈവത്തിലുള്ള നമ്മുടെ ഉറപ്പിൻ്റെ അടയാളമാണ് പ്രത്യാശ എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശുക്രിസ്തു വീണ്ടും വരും എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ സകല വിഷയങ്ങൾക്കകത്തും ഏത് വചനമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ വചനത്തിന് വിരോധമായിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ എന്നതാണ് എൻ്റെ പ്രത്യാശ. അതിൻ്റെ അർത്ഥം എൻ്റെ ഭാവിയാണ് പ്രത്യാശ. വരാൻ പോകുന്ന എൻ്റെ ഭാവിയാണ് എൻ്റെ പ്രത്യാശ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. വൃക്ഷത്തിന്റെ പ്രത്യാശ എന്താണെന്ന് വെച്ചാൽ അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. ശ്രദ്ധിച്ചോണം, ഒരു വൃക്ഷം നിങ്ങളത് വെട്ടിക്കളഞ്ഞാൽ, അതിൻ്റെ ശിഖരങ്ങൾ വെട്ടി അതിൻ്റെ തണ്ടുകൾ വെട്ടി നല്ല പടവൃക്ഷമായി നിന്നതിനെ വെട്ടി നിങ്ങൾ ഒരു കുഞ്ഞ് ചെറിയ ഒരു തണ്ടാക്കി മാറ്റി വെച്ചാലും അതിന് വചനം പറയുന്നതിന് പ്രത്യാശയുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യാശ? അടുത്ത വാക്യത്തിൽ പറയുന്നു, അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും, ശ്രദ്ധിച്ചോണം, അത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കുളിർക്കും, തൈ പോലെ തളർത്തുവിടും. ശ്രദ്ധിച്ചോണം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയാലും എൻ്റെ കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു, യേശുവിൻ്റെ വചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ആ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കേട്ടതുപോലെ പഴകിയ കുറ്റി പോലെ ആയാലും
നിലത്ത് വേര് പഴകിപ്പോയാലും അത് കെട്ടുപോയാലും കർത്താവിൻ്റെ വചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ആ വചനം ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയാം? ഒരു വെള്ളത്തിൻ്റെ ഗന്ധം അത് തട്ടുമ്പോൾ ഒരു തൈ പോലെ വിടർന്നു വരുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ തുടങ്ങും. വിളിച്ചു പറയണം, വചനം വിളിച്ചു പറയണം. വചനം വിളിച്ചു പറയുമ്പോൾ കെട്ടുപോയതൊക്കെ ജീവൻ വെക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. കർത്താവായ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കും. അപ്പം ദൈവത്തിൻ്റെ വചനം എന്നെ ജീവിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ വചനം പറയുമ്പോൾ കെട്ടുപോയ അവസ്ഥകൾ, തകർന്നുപോയ അവസ്ഥകൾ, ഒരിക്കലും കരകയറത്തില്ലെന്ന് പറഞ്ഞ ഈ വൃക്ഷത്തിൻ്റെ തണ്ടുപോലെ വേരുപോലെ ആയിത്തീർന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ കര കയറി വരും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നശിക്കത്തില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ നശിക്കാനോ നശിപ്പിക്കുവാനോ ഒരാൾക്കും കഴിയത്തില്ല, ഒരു പിശാചിനും കഴിയത്തില്ല. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് യേശു ക്രിസ്തു ഇന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അതിരുകൾ വിസ്താരമാകട്ടെ, നന്മയുണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയാൽ ഉറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവരുടെ ഹൃദയത്തിൽ വിശ്വാസവും പ്രത്യാശയും നിറയ്ക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറ, യേശുവിൻ്റെ മുറിവിൽ എനിക്ക് ആരോഗ്യമുണ്ട്, യേശുവിൻ്റെ ക്രൂശിൽ എനിക്ക് ജയമുണ്ട്, എനിക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കിയിരിക്കുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ഞാൻ ഉയർച്ച പ്രാപിക്കും. ഞാൻ അനുഗ്രഹമാണ്. ഞാൻ അത്ഭുതമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു നാളും തകർന്നു പോകത്തില്ല. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. തുടർമാനമായിട്ട് നമ്മുടെ സൂം പ്രയർ എല്ലാ ദിവസവും നടക്കുന്നു. താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. അതിൽ ജോയിൻ ചെയ്യുവാൻ പുതുതായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ പങ്കെടുക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാ ദിവസത്തെ പോലെ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ.